ഇല്ല, ബിലു എത്തിയിട്ടില്ല. ഡേവിസ് സംസാരിക്കുന്നുണ്ടോ? ജൈന സംസാരിക്കും. ഈ സെക്യുലർ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഈ ഒരു തീരുമാനം കാലോചിതമായി തന്നെ ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സെക്യുലർ ജീവിതം നയിക്കുന്നവർ ഒരുപാട് ഭീഷണികൾക്കൊക്കെ വിധേയരായിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലും സ്റ്റേജിലൊക്കെ ഇരിക്കുന്നവരുടെ ഒരു പ്രായം നോക്കുമ്പോൾ 45 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലുള്ളത്. അതിൻ്റെ പിറകോട്ട് പോകുമ്പോൾ ഇന്നത്തെ പുതിയ തലമുറയുടെ ഇന്ന് എൻ്റെ മകള് ഇവിടുത്തെ ഫസ്റ്റ് സെഷന് പങ്കെടുത്തിരുന്നു. മകള് സുഖമില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിട്ടതാണ്. അവൾ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. ഇവിടെ പോസ്റ്റർ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നതൊക്കെ അവൾ വായിച്ചു. അപ്പോൾ വായിച്ചപ്പോൾ അവളുടെ കണ്ണിൽപ്പെട്ടത് മന്ത്രി ശിവൻകുട്ടി സ്കൂളിനകത്ത് പ്രാർത്ഥനകൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ആഹ്വാനം നൽകിയതിനെയാണ്. അവൾ എന്നോടത്ത് ചോദിച്ചത്, അമ്മ, ഇത് മന്ത്രി ശിവൻകുട്ടി ശരിക്കും പ്രസ്താവന നടത്തിയതാണോ എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള ഒരു വേദിക്കകത്ത് സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയും, അതിനോടൊപ്പം തന്നെ ആ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ള പഠിക്കുന്നത് ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുട്ടി ചോദിച്ച ചോദ്യം ഒരുപാട് വിദ്യാർത്ഥികളുടെ ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചത്. ഇന്നും ഇത്തരത്തിലുള്ള സ്കൂളുകൾക്കകത്ത് ഇന്നും മതപ്രാർത്ഥനയും കുർബാനയും 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി അവൻ പരീക്ഷയെ നേരിടേണ്ടത് അവന് മോട്ടിവേഷൻ അല്ല നൽകുന്നത്. അവന് ഇന്നും പ്രാർത്ഥന ചെയ്തുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം, ഒരു ആത്മീയതയിലേക്ക് നയിച്ചുകൊണ്ടാണ് അവനെ ഇന്നും ഈ കാലഘട്ടത്തും അവനെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ സ്കൂൾ തലത്തിൽ. അങ്ങനെ വരുമ്പോൾ ഒരു സെക്യുലർ കുടുംബജീവിതം നയിക്കുന്നവർ അവരുടെ മുന്നിലേക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം, ഇല്ലേ? ഏത് വ്യവസ്ഥിതിയാണ് ഇവിടെ മാറ്റപ്പെടേണ്ടത്? പല പല രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഭരിച്ചു പോകുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് മാറ്റങ്ങൾ ഇങ്ങനെ ചെറിയ തരത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും ആ മാറ്റങ്ങളെ വിശാലമാക്കേണ്ട ഉത്തരവാദിത്വവും നമ്മളിലേക്കുണ്ട്. നവോത്ഥാന മൂല്യങ്ങളെ മുറുകെ പിടിക്കണമെന്ന് ആ ആശയത്തോട് യോജിച്ചു പോകുമ്പോൾ, ഇപ്പൊ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. എൻ്റെ പേര് ജൈന, ഈ പേര് നിർദ്ദേശിച്ചത് ഞാൻ തന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ. എനിക്കിന്ന് 45 വയസ്സായി. എൻ്റെ വീട്ടിൽ വാവാന്നാണ് വിളിച്ചിരുന്നത്, ചില പേര് വിളിക്കുന്ന പോലെ. ഒരു പേരിൻ്റെ ഒരു ചടങ്ങോ മറ്റൊരു കാര്യങ്ങളോ ഒന്നും എൻ്റെ വീട്ടിൽ എനിക്കോ എൻ്റെ ചേട്ടനോ എൻ്റെ അനിയത്തിക്കോ ഉണ്ടായിട്ടില്ല. അനിയത്തിയോടും ചോദിച്ചു, സ്കൂളിൽ പോകുമ്പോൾ നിനക്ക് എന്താണ് പേരിടേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് ധന്യാന്ന് ഇട്ടവർ. ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കും, ജൈന എന്നുള്ളൊരു പേര് 5 വയസ്സിൽ ഒരു സ്കൂളിൽ ചേർത്താൻ പോകുന്ന ഒരു കുട്ടിയിൽ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്, ആ ഒരു പേരിനോട് എങ്ങനെയാണ് ആ പേര് കുട്ടിയിൽ എന്താണ് ചെലുത്തിയതെന്ന്. എൻ്റെ വീട്ടിൽ സോഡ കമ്പനിയായിരുന്നു. നിരവധി ബോട്ടിലുകൾ, സെക്കൻഡ് ഹാൻഡ് ബോട്ടിലുകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിൽ അങ്ങനെ ഒരു സാധാരണ ഒരു ഫാമിലിക്കകത്ത് വളർന്ന എനിക്ക് നിരവധി ബോട്ടിലുകൾ മേലൊക്കെ ഇത്തരം പേരുകൾ, ആ പേരിൽ ജൈനപ്പ് എന്ന് പറയുന്ന പേര് എന്നെ ആകർഷിച്ചു. ആ 5 വയസ്സായ കുട്ടിയിൽ ആകർഷിക്കപ്പെട്ടതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ജൈന എന്ന് ഇട്ടാൽ മതിയെന്ന്. അങ്ങനെയാണ് ഈ ജൈന ഇന്ന് ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു 45 വർഷത്തെ അല്ലെങ്കിൽ ഒരു 40 വർഷത്തെ എൻ്റെ ഒരു ബോധമുണ്ട്. ആ ബോധത്തിൽ ഞാൻ വളർന്ന് വലുതായ എൻ്റെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു കോൺവെന്റിൻ്റെ തൊട്ടാണ് എൻ്റെ വീട്. അവിടെ ഞാൻ പഠിച്ചത് ഒരു മതേതരത്വത്തിൻ്റെ മൂല്യം അവിടെ പഠിക്കാൻ കഴിഞ്ഞു എൻ്റെ കുട്ടിക്കാലത്ത്. തൊട്ടയൽവക്കത്തെ സിസ്റ്റർമാർ പറക്കുന്ന ഇടം, അവിടെ ഒരു അടുക്കള സംസ്കാരത്തിൻ്റെ
ഒരു ട്രഡീഷണൽ പലഹാരങ്ങളുടെ ഒക്കെ അഭിരുചികൾ എനിക്ക് രസിക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, പല വിഭാഗത്തിൽപ്പെടുന്ന സമുദായങ്ങളിലും പലതരത്തിലുള്ള മധുരതരമായിട്ടുള്ള രുചികരമായിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കും. പല വിശേഷ ദിവസങ്ങളിൽ ക്രിസ്തുമസ് വരുമ്പോഴും പെരുന്നാൾ വരുമ്പോഴും പൂരം വരുമ്പോഴും ഉത്സവങ്ങൾ വരുമ്പോഴും ഒക്കെ അത്തരം അഭിരുചികൾ തുടങ്ങിയവരാണ് എല്ലാവരും. അത്തരം അഭിരുചികൾ ബഹുസ്വരതയുടെ അല്ലെങ്കിൽ സഹിഷ്ണുതയുടെ എല്ലാ ഭാഗമായി കൊണ്ട് അത് ഈ രാജ്യത്തിനകത്ത് വലിയ തരത്തിൽ വിഭാവനം ചെയ്യുന്ന മനസ്സുകളിലേക്ക്, കുട്ടികളിലേക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കകത്ത്. അത്തരം ചിന്തകളൊന്നുമില്ല. ഇന്ന് അവരെ AI സംസ്കാരം പഠിപ്പിക്കുന്നു. ഇന്ന് ഒരു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഇല്ലാത്ത ഒരു കുട്ടികളുമില്ല. ഇന്ന് ഓരോ കുട്ടിയുടെ കയ്യിലും AI പറയുകയാണ്, നിന്റെ സോൾ ആരാണ് എന്ന് ചോദിച്ചാൽ സോൾമേറ്റിൻ്റെ ആദ്യ അക്ഷരം കൊടുത്താൽ, തൻ്റെ ജാതകം, തൻ്റെ പേര് കൊടുത്താൽ, തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ, ഇത്തരത്തിലേക്ക് ഫാസിസം കുട്ടികളുടെ കൈത്തുമ്പുകളിലേക്ക് ഇങ്ങനെ കിടന്ന് മറയുകയാണ്. അതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതൊരു വലിയൊരു ഭീഷണിയാണ്. നാളെ നാം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഇത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ നിന്റെ ജാതകം മുഴുവൻ AI ഇങ്ങോട്ട് തിരഞ്ഞെടുത്ത് നമുക്ക് തരും. നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതും കുട്ടികൾ കാണുന്നുണ്ട്. നമ്മൾ കരുതുന്നത് കുട്ടികൾ ഇതൊന്നും ആകർഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് കുട്ടികൾക്ക് ഫോൺ നിരോധിക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് ആവശ്യപ്പെടുന്നു, അവരുടെ വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇത് നൽകിക്കൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ കുട്ടികൾക്കകത്ത് ഇത്തരം വ്യാജന്മാർ കയറി വരുന്നുണ്ട് എന്നുള്ളതും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വീടുകൾ അണുകുടുംബമാകുമ്പോൾ ഇന്ന് കുട്ടികളെ തീരെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറുന്നില്ല. അച്ഛനും അമ്മയും മക്കളും എല്ലാം ഒരു ഒന്നിച്ചിരുന്ന് കൂടിയിരുന്ന് ഉള്ള ചർച്ചകളോ അല്ലെങ്കിൽ കൂടിയിരുന്നുള്ള ഉല്ലാസങ്ങളോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഇതൊന്നും ഓരോ വീടുകൾക്കകത്ത് നിന്ന് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഇല്ല. വിശേഷ ദിവസങ്ങളിൽ പോലും ഒന്നിച്ചിരിക്കാൻ പോലും താല്പര്യമില്ലാതെ പോകുന്ന കുടുംബാന്തരീക്ഷമാണ് നമ്മളെയൊക്കെ നയിക്കപ്പെടുന്നത്. ഇപ്പോൾ സെക്യുലർ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു മതേതരത്വത്തെ സ്വപ്നം കാണുന്ന, അതിരുകളും അതുപോലെ തന്നെ അതിർത്തികളുമില്ലാത്ത ഒരു ലോകത്തെ നാം വിഭാവനം ചെയ്യുമ്പോൾ, ആ ലോകത്തെ സ്വപ്നം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുവാൻ തൻ്റെ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ തൻ്റെ ജീവിത പരിസരത്തിന് ചുറ്റും അത്തരത്തിലുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് പറയുമെങ്കിൽ അത് നമ്മുടെ തികച്ചും ഒരു പരാജയമാണ്. നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ നാടിനകത്ത് സഹിഷ്ണുതയും ബഹുസ്വരതയും നിലനിർത്തേണ്ടത് തുടർന്നുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വിദ്യാർത്ഥികൾക്കകത്ത് ശാസ്ത്രബോധത്തെ വളർത്തിയെടുക്കുന്നതിനും എല്ലാം ഇത്തരത്തിലുള്ള കൂടിയിരിപ്പുകൾ ആവശ്യമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ.